അതിൽ നിന്ന് ലിങ്ക് കിട്ടി ഞങ്ങൾ ഈ വാട്സപ്പ് ചാനൽ ഓപ്പൺ ആക്കി അതിലുള്ള പുസ്തകങ്ങൾ പഠിച്ചതെല്ലാം മോക്ക് വർഷത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം. ജൂലൈ 21 ചാന്ദ്രദിനത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണിത്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ട താരത്തിന് താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ചാന്ദ്രദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്ന്? ഉത്തരം 1969 ജൂലൈ 21. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് ആരായിരുന്നു? ഉത്തരം നീൽ ആംസ്ട്രോങ്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണെന്ന് അഭിപ്രായപ്പെട്ടതാര്? ഉത്തരം കൽപ്പന ചൗള. ചന്ദ്രനിലേക്ക് പോകുന്നതിനു വേണ്ടി നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച വാഹനം ഏത്? ഉത്തരം അപ്പോളോ 11. ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്ര? ഉത്തരം 5. ചന്ദ്രൻ ഭൂമിയെ ഒരു വട്ടം ചുറ്റാനെടുക്കുന്ന യഥാർത്ഥ സമയം എത്രയാണ്? ഉത്തരം 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ഏത്? ഉത്തരം ചാന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയുടെ പേര് എന്ത്? ഉത്തരം വാലന്റീന തെരഷ്കോവ. 1963 തെരഷ്കോവയുടെ യാത്ര. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? ഉത്തരം രാകേഷ് ശർമ്മ. 1984 8 ദിവസം അദ്ദേഹം ബഹിരാകാശത്ത് ചെലവഴിച്ചു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര്? ഉത്തരം വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം സെലനോളജി. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്ത്? ഉത്തരം കറുപ്പ്. രണ്ടാമതായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആരായിരുന്നു? ഉത്തരം എഡ്വിൻ ആൾഡ്രിൻ. ആദ്യ ചന്ദ്രയാത്രയിൽ വാഹനം നിയന്ത്രിച്ചത് ആരായിരുന്നു? ഉത്തരം മൈക്കൽ കോളിൻസ്. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏത്?
ഉത്തരം നെപ്റ്റ്യൂൺ. ബഹിരാകാശത്ത് പോകുന്ന യാത്രികർ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ്? ഉത്തരം റേഡിയോ സന്ദേശങ്ങൾ വഴി. വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽനക്ഷത്രമുണ്ട്, അതിൻ്റെ പേര് എന്താണ്? ഉത്തരം ഷൂമാക്കർ ലെവി 9. ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? ഉത്തരം സ്പുട്നിക് 1, 1957, റഷ്യ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏത്? ഉത്തരം അപ്സര. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഉത്തരം കൽപ്പന 1. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം എക്കോ. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം ഏത്? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു? ഉത്തരം AB വാജ്പേയി. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഗഗൻയാൻ. ISROയുടെ ആസ്ഥാനം എവിടെയാണ് കൂട്ടുകാരെ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനിൽ. ഭൂമിയെ വലം വെച്ച് ബഹിരാകാശത്ത് എത്തിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര്? ഉത്തരം ജോൺ ഗ്ലെൻ. 1998 ഒക്ടോബറിൽ ഡിസ്കവറി സ്പേസ് ഷട്ടിലിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 77 വയസ്സായിരുന്നു പ്രായം. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര്? ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര. 2003 കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ വനിത ആര്? ഉത്തരം കൽപ്പന ചൗള. 2026 നിലവിലെ ISROയുടെ ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ V നാരായണൻ. 2025 ജനുവരി 14 ചുമതലയേറ്റു. യൂറി ഗഗാറിൻ ഭൂമിയെ ഒരു തവണ ചുറ്റാനെടുത്ത സമയം എത്ര? ഉത്തരം 108 മിനിറ്റ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം കോപ്പർനിക്കസ്. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏത് റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു? ഉത്തരം PSLV C-11. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യത്തെ ബഹിരാകാശ പേടകം ഏത്? ഉത്തരം ലൂണ 1. 1959 ജനുവരി 2 വിക്ഷേപിച്ചത്. ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി ഇടിച്ചിറങ്ങിയ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? ഉത്തരം ലൂണ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 2.
ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നായിരുന്നു? ഉത്തരം 2019 സെപ്റ്റംബർ 7. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എവിടെ നിന്നായിരുന്നു? ഉത്തരം ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നുള്ളതാണ്. ഏറ്റവും വേഗത്തിൽ നിങ്ങളുടെ പേരോടുകൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ടാർഗറ്റ് 5000 ലൈക്കാണ്. എല്ലാ മക്കളും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്ത വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.